നമസ്കാരം. ഇനി യുദ്ധം അമേരിക്കയും ഇസ്രായേലും തമ്മിൽ. അമേരിക്കൻ പടയെ പറപ്പിക്കാൻ നെതന്യാഹുവിന്റെ സൈന്യം. ഇറാൻ കരാർ ട്രംപിനെയും നെതന്യാഹുവിനെയും പരസ്പരം ശത്രുക്കളാക്കി മാറ്റിയിരിക്കുന്നു. ഇസ്രായേലിന്റെ സൈനികമായിട്ടുള്ള അഹങ്കാരങ്ങളെ ഒതുക്കുവാനും ഇറാനെ അവരുടെ പ്രധാന ലിവറേജ് സ്രോതസ്സുകൾ സംരക്ഷിക്കുവാൻ അനുവദിക്കുവാനും മാത്രമാണ് ഈ കരാർ ഉപകരിക്കുക എന്ന് ഇസ്രായേൽ ഭരണകൂടം ഭയപ്പെടുന്നത്. കൂട്ടുകൂടി ഒന്നിച്ചു നിന്നവർ പിന്നിൽ നിന്നും കുത്തിയത് എന്തിന് എന്നുള്ള ചോദ്യമായിരുന്നു. അമേരിക്കൻ പടയെ പറപ്പിക്കുവാൻ നെതന്യാഹുവിന്റെ സൈന്യം ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി യുദ്ധം അമേരിക്കയും ഇസ്രായേലും തമ്മിലാണോ? അന്താരാഷ്ട്ര നയതന്ത്രത്തിൽ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കാട്ട് ഏതറ്റം വരെ പോവുകയും ചെയ്യുന്ന രണ്ട് അധിനിവേശ ശക്തികളാണ് അമേരിക്കയും ഇസ്രായേലും എന്ന് ചരിത്രം ആവർത്തിച്ച് തെളിയിച്ചിട്ടുള്ളതാണ്. പശ്ചിമേഷ്യ ഒന്നാകെ ചോരക്കടലാക്കിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും സ്വന്തം രാഷ്ട്രീയ നേട്ടങ്ങൾക്കാട്ട് ആഗോള സമവാക്യങ്ങളെ അട്ടിമറിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കപട സൗഹൃദം ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയിലാണ് എന്നുള്ളതാണ്. ഇസ്രായേലിന്റെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ സഖ്യകക്ഷിയായിട്ടുള്ള അമേരിക്കയെ തനിക്ക് മാത്രമേ നിയന്ത്രിക്കാനാകൂ എന്ന് വർഷങ്ങളായി ഇസ്രായേൽ ജനതയ്ക്ക് മുന്നിൽ വീമ്പ് പറഞ്ഞിരുന്ന നെതന്യാഹുവിന്റെ മുഖം മൂടിയാണ് ഇപ്പോൾ ഈ തർക്കത്തിലൂടെ പൂർണ്ണമായിട്ടും അഴിഞ്ഞു വീണ്ടിരിക്കുന്നത്. തന്റെ രണ്ടാം വരവിൽ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സമാധാന ദൂതനായി വന്ന് സ്വയം ചമയാൻ ശ്രമിക്കുന്ന ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ രക്ഷകനായിട്ട് മുൻപ് സ്വയം വിശേഷിപ്പിച്ചിരുന്ന ആളാണ്. എന്നാൽ അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്കും ട്രംപിന്റെ വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയ വിജയങ്ങൾക്കും മുന്നിൽ ഇസ്രായേലിന്റെ ആവശ്യങ്ങൾ അതുപോലും മാറ്റി നിർത്തപ്പെടുന്നു എന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവെച്ച താൽക്കാലിക കരാറാണ് ഈ രണ്ട് യുദ്ധക്കൊതിക്കാരായിട്ടുള്ള നേതാക്കൾക്കിടയിൽ പെട്ടെന്ന് കടുത്ത വിള്ളൽ വീഴ്ത്തിയതെന്ന് പറയേണ്ടിയിരിക്കുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിച്ച അമേരിക്ക ഇറാൻ കരാറിനെ തന്റെ വലിയൊരു രാഷ്ട്രീയ വിജയമായി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുവാൻ ട്രംപ് ആഗ്രഹിക്കുന്നു. എന്നാൽ നെതന്യാഹു ഈ ചോരക്കളിയിലേക്ക് ഇറങ്ങിയത് ഇറാന്റെ പൗരോഹിത്യ നേതൃത്വത്തെ പൂർണ്ണമായിട്ടും തകർക്കുവാനും അവരുടെ ആണവ മിസൈൽ പദ്ധതികളെ ഇല്ലാതാക്കാനുമുള്ള കടുത്ത അധിനിവേശ ലക്ഷ്യങ്ങളോടുകൂടിയായിരുന്നു. ഈ സാമ്രാജ്യത്തെ ലക്ഷ്യങ്ങളൊന്നും നേടാനാകാതെ ഇറാന്റെ തന്ത്രപരമായിട്ടുള്ള കരുത്തിനെ അംഗീകരിക്കേണ്ടി വന്ന ഒരു കരാറിനെ അഭിമുഖീകരിക്കേണ്ടി വന്നതാണ് നെതന്യാഹുവിനെ കടുത്ത നിരാശയിലാക്കിയതെന്നതാണ്. ഇസ്രായേലിന്റെ സൈനികമായിട്ടുള്ള അഹങ്കാരങ്ങളെ ഒതുക്കുവാനും ഇറാനെ അവരുടെ പ്രധാന ലിവറേജ് സ്രോതസ്സുകൾ സംരക്ഷിക്കുവാൻ അനുവദിക്കുവാനും വേണ്ടി മാത്രമാണ് ഈ കരാർ ഉപയോഗിക്കുക എന്ന് ഇസ്രായേൽ ഭരണകൂടം ഇപ്പോൾ ഭയപ്പെടുകയാണ്. ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലും ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ക്രൂരമായിട്ടുള്ള നരഹത്യകൾ ട്രംപിനെ പോലും ചലിപ്പിച്ചിരിക്കുന്നു. ബ്രിട്ടൻ ഇറാൻ കരാർ പ്രഖ്യാപിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ അപ്രതീക്ഷിതമായിട്ടുള്ള വ്യോമാക്രമണം കരാറിനെ തന്നെ പാളം തെറ്റിക്കുന്ന രീതിയിലുള്ളതായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ട്രംപിൽ നിന്ന് നെതന്യാഹുവിന് അസാധാരണമാം വിധം കടുത്ത ശാസനം വരെ നേരിടേണ്ടി വന്ന വിഷയം ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോഴും ഒരു കാര്യം, എന്തിനാണ് ഈ സമയത്ത് ഇത്ര ക്രൂരമായിട്ടുള്ള ആക്രമണം നെതന്യാഹു നടത്തിയത് എന്നുള്ളത്. കടുത്ത ദേഷ്യം വന്നു എന്നാണ് ട്രംപ് ഇതിനെക്കുറിച്ച് പരസ്യമായിട്ട് സംസാരിച്ചത്. സ്വന്തം സഖ്യകക്ഷിയായ ഇസ്രായേലിന്റെ തലവനെ പരസ്യമായി അപമാനിക്കാൻ ട്രംപ് മടിച്ചില്ല എന്നത് അമേരിക്കയുടെ ആധിപത്യ മനോഭാവത്തെയാണ് കാണിക്കുന്നത്. ലെബനൻ എന്ന പരമാധികാര രാഷ്ട്രത്തെ തങ്ങളുടെ യുദ്ധക്കളമാക്കി മാറ്റിയ ഇസ്രായേലിന്റെ നടപടികൾക്ക് മേൽ നിയന്ത്രണം കൊണ്ടുവരുവാൻ അമേരിക്ക ശ്രമിക്കുന്നത് തങ്ങളുടെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി മാത്രമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ മാസം ആദ്യം നടന്ന കടുത്ത ഒരു ഫോൺ വിളി സംഭാഷണം ഉണ്ടായിരുന്നു. നെതന്യാഹുവിനെ ഭ്രാന്തൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ട്രംപ് എത്തുന്ന ഒരു ഫോൺ വിളി. ഇറാനുമായിട്ട് ഒരു കരാറിലെത്താൻ അമേരിക്ക ശ്രമിക്കുമ്പോൾ ബെയ്റൂട്ടിൽ ആക്രമണം നടത്തരുത് എന്ന് കർശനമായിട്ട് ഉത്തരവിടുന്ന സാഹചര്യത്തിൽ പോലും നെതന്യാഹു അത്തരത്തിലൊരു ഭ്രാന്തൻ വ്യവസ്ഥിതി ഉണ്ടാക്കിയെടുത്തു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അമേരിക്കയെ ഈ അഹങ്കാരത്തിന് മുന്നിൽ പൂർണ്ണമായിട്ട് വഴങ്ങാൻ നെതന്യാഹു തയ്യാറല്ല. താൽക്കാലികമായിട്ട് ആക്രമണങ്ങൾ നിർത്തിവെച്ചുവെങ്കിലും കൃത്യം ഒരാഴ്ചയ്ക്ക് ശേഷം ബെയ്റൂട്ടിന്റെ ജനവാസ മേഖലകളിൽ ഇസ്രായേൽ വീണ്ടും കടുത്ത ബോംബാക്രമണം നടത്തി. ഇത് ഇറാന്റെ ശക്തമായ മിസൈൽ തിരിച്ചടിക്ക് കാരണമാവുകയും ട്രംപിനെ കടുത്ത പ്രതിസന്ധിയിലാക്കുകയും ചെയ്തു എന്നാണ്. ഇപ്പോൾ ലെബനനിലെ ഇസ്രായേൽ സൈന്യം 10,000-കണക്കിന് നിരപരാധികളെ കൊന്നൊടുക്കിയെന്ന് ട്രംപ് ആരോപിക്കുമ്പോഴും അതിന് പിന്നിലെല്ലാം അമേരിക്ക നൽകിയ ആയുധങ്ങളാണ് ഉപയോഗിച്ചത് എന്ന യാഥാർത്ഥ്യം അദ്ദേഹം മറച്ചു വെക്കുന്നു. ഞാനില്ലാതെ ഇസ്രായേൽ ഉണ്ടാകില്ല എന്ന ട്രംപിന്റെ പ്രസ്താവന അത് അമേരിക്കയുടെ അന്ധമായിട്ടുള്ള അഹങ്കാരത്തിന്റെ തെളിവാണെന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ അതിന്റെ പരമാധികാരം, ഈ പരസ്യ ശാസനയ്ക്ക് മുന്നിലും ഇസ്രായേലിന്റെ പരമാധികാരത്തെ ഉയർത്തിപ്പിടിക്കുവാനാണ് നെതന്യാഹു ശ്രമിച്ചത്. ഇസ്രായേലിന്റെ സുരക്ഷാ തീരുമാനങ്ങൾ എന്ന് പറയപ്പെടുന്നത് തന്റെ മാത്രം ഉത്തരവാദിത്തമല്ല എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ ഇടക്കാല കരാർ 60 ദിവസത്തെ ചർച്ചാ കാലയളവാണ് മുന്നോട്ട് വെക്കുന്നത്. ഈ സമയത്തിനുള്ളിൽ കൂടുതൽ തന്ത്രപ്രധാനമായിട്ടുള്ള ആഗോള ഒത്തുതീർപ്പിലെത്താനാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഈ കരാറിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും ചർച്ചകൾക്ക് മധ്യസ്ഥ വഹിച്ച പാകിസ്ഥാൻ വ്യക്തമാക്കുന്നത് ലെബനൻ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും സൈനിക പ്രവർത്തനങ്ങൾ സ്ഥിരമായിട്ട് നിർത്താൻ തന്നെയാണ്
കരാർ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇസ്രായേലിന്റെ അധിനിവേശ സ്വപ്നങ്ങൾക്ക് ഏറ്റ കടുത്ത പ്രഹരമാണ്. കാരണം ഈ കരാറിനെ ചൊല്ലി അല്ലെങ്കിൽ ഈ കരാറിനെ കുറിച്ച് ഇസ്രായേൽ നേതൃത്വത്തിന് കടുത്ത ആശങ്കയാണുള്ളത്. ഇറാനിന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയും പ്രാദേശിക സായുധ ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണയും ഒക്കെ ചർച്ചാ അജണ്ടയിൽ ഇല്ല എന്നതാണ് ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത്. ഒരു മുതിർന്ന ഇസ്രായേലി ഉദ്യോഗസ്ഥൻ റോയിട്ടേഴ്സിനോട് പറഞ്ഞതുപോലും ഈ പ്രാഥമിക കരാറിനെ ഇസ്രായേലിന് ഭയങ്കരമെന്നാണ് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് എന്നാണ്. അപ്പൊ ഈ കരാറിനെ കടുത്ത ഭീഷണിയായിട്ട് തന്നെയാണ് കാണേണ്ടി വരുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏകദേശം 60 ദിവസത്തെ ഈ കാലാവധി വീണ്ടും നീണ്ടുപോകുമെന്നും അതുവഴി ഇറാനെതിരെയോ ഹിസ്ബുള്ളക്കെതിരെയോ സ്വതന്ത്രമായിട്ട് സൈനിക നടപടി സ്വീകരിക്കാൻ തങ്ങൾക്ക് കഴിയില്ല എന്നുമാണ് ഇസ്രായേലിന്റെ ഭയം എന്ന് പറയുന്നത്. ട്രംപ് ഏകപക്ഷീയമായിട്ട് കരാർ പ്രഖ്യാപിച്ചപ്പോൾ നെതന്യാഹു സർക്കാർ പൂർണ്ണമായിട്ടും അമ്പരന്ന് പോവുകയായിരുന്നു. ചർച്ചകളുടെ രൂപരേഖ പോലും നെതന്യാഹുവിനെ കാണിക്കാൻ ട്രംപ് തയ്യാറായിരുന്നില്ല എന്നത് അമേരിക്ക തങ്ങളുടെ സഖ്യകക്ഷികളെ വെറും കളിപ്പാവകളായാണ് കാണുന്നത് എന്നതിന്റെ വ്യക്തമായിട്ടുള്ള തെളിവാണ്. എന്നാൽ അമേരിക്കയുടെ ഈ നയതന്ത്ര സമ്മർദ്ദങ്ങൾക്ക് പൂർണ്ണമായിട്ടും കീഴടങ്ങാൻ ഇസ്രായേൽ തയ്യാറല്ല എന്നുള്ളതാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള കരാറുകൾക്ക് തങ്ങൾ പൂർണ്ണമായിട്ടും ബാധ്യസ്ഥരല്ല എന്ന് നെതന്യാഹു വ്യക്തമാക്കുകയാണ്. ഇസ്രായേൽ സൈന്യം തെക്കൻ ലെബനിൽ തന്നെ തുടരുമെന്നും ഹിസ്ബുള്ളക്കെതിരെ ക്രൂരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കില്ല എന്നും അദ്ദേഹം ഈ പ്രഖ്യാപനം നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ വടക്കൻ അതിർത്തിയിലെ പൗരന്മാരെ സംരക്ഷിക്കുവാൻ സുരക്ഷാ മേഖല നിലനിർത്തുമെന്ന വാദം ഉയർത്തിക്കൊണ്ട് ഈ അധിനിവേശം തുടരാനാണ് ഇസ്രായേലിന്റെ നീക്കം എന്ന് പറയുന്നത്. അപ്പൊ ഇസ്രായേലിന്റെ ഈ നിലപാടുകൾ അമേരിക്കയുമായിട്ടുള്ള ബന്ധം കൂടുതൽ വഷളാക്കാനാണ് സാധ്യത. ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന ഇസ്രായേൽ പൊതുതെരഞ്ഞെടുപ്പിൽ നെതന്യാഹു പരാജയപ്പെടുമെന്നാണ് പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത്. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് അമേരിക്കൻ എംബസി ജെറുസലമിലേക്ക് മാറ്റിയതും അബ്രഹാം കരാറുകൾ നടപ്പിലാക്കിയതും ഒക്കെ കാണിച്ച് വോട്ട് പിടിച്ചിരുന്ന നെതന്യാഹുവിന് ട്രംപിന്റെ ഈ പുതിയ നീക്കം കടുത്ത രാഷ്ട്രീയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ഇസ്രായേൽ പൊതുസമൂഹത്തിന് മുന്നിൽ ഈ കരാറിനെ ന്യായീകരിക്കുവാൻ നെതന്യാഹുവിന് ഒരിക്കലും കഴിയുകയുമില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേലിലെ ജൂത ജനസംഖ്യയിൽ ഒരു ഭൂരിഭാഗം ഇപ്പോൾ വിശ്വസിക്കുന്നത് തങ്ങളുടെ സുരക്ഷ ട്രംപിന് ഒരു പ്രധാന പരിഗണനയല്ല എന്നാണ്. നെതന്യാഹുവിന്റെ സഖ്യകക്ഷിയിലെ തീവ്ര വലതുപക്ഷ അംഗങ്ങളായിട്ടുള്ള ഇറ്റാമർ ബെൻ ഗിറിനെ പോലുള്ളവർ ഈ കരാർ പൂർണ്ണമായിട്ടും അവഗണിക്കാൻ ആവശ്യപ്പെടുകയാണ്. രാഷ്ട്രീയമായിട്ട് കടുത്ത 2 പ്രതിസന്ധികളിലാണ് ഇപ്പോൾ നെതന്യാഹുവിന് മുന്നിലുള്ളത്. ഒന്നുകിൽ ട്രംപിനെ പിന്തുണച്ച് സൈന്യത്തെ പിൻവലിച്ച് അപമാനം സഹിക്കുക, അല്ലെങ്കിൽ സൈനിക നടപടികളുമായിട്ട് മുന്നോട്ട് പോയി അമേരിക്കയുടെ നയതന്ത്ര പിന്തുണ പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുത്തുക. അപ്പൊ 2 സാമ്രാജ്യത്വ ശക്തികളും അടിസ്ഥാനപരമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങളാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. കരാർ നിലനിർത്തി ഹോർമൂസ് കടലിലേക്ക് തുറന്ന് സ്വന്തം സാമ്പത്തിക ലാഭം കൊയ്യാൻ ട്രംപ് ശ്രമിക്കുമ്പോൾ പശ്ചിമേഷ്യയിൽ തങ്ങളുടെ സൈനിക ആധിപത്യം നിലനിർത്താനാണ് നെതന്യാഹു ശ്രമിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ അന്തിമ കരാർ ലോകത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ മാറ്റിമറിക്കുമ്പോൾ അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ഈ കപട സഖ്യത്തിന്റെ തകർച്ചയും പശ്ചിമേഷ്യയിൽ പുതിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴി തുറക്കുകയും ചെയ്തു എന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇറാൻ കരാറ് ട്രംപിനെയും നെതന്യാഹുവിനെയും പരസ്പരം ശത്രുക്കളാക്കി മാറ്റി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇസ്രായേലിന്റെ സൈനികമായിട്ടുള്ള അഹങ്കാരങ്ങൾ ഒതുക്കുവാനും ഇറാനെ അവരുടെ പ്രധാന ലിവറേജ് സോഴ്സുകൾ സംരക്ഷിക്കുവാൻ അനുവദിക്കുവാനും മാത്രമാണ് ഇത്തരത്തിലുള്ള കരാറുകൾ ഉപകരിക്കുക എന്നാണ് ഇസ്രായേൽ ഭരണകൂടം പറഞ്ഞു വെക്കുന്നത്. അത് ഇസ്രായേലിന്റെ ഭയം കൂടിയാണ്. കൂട്ടുകൂടി ഒന്നിച്ചു നിന്നവർ പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പോയി എന്നും അമേരിക്കൻ പടയെ പറപ്പിക്കുവാൻ നെതന്യാഹുവിന്റെ സൈന്യം ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇനി യുദ്ധം അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ആയിരിക്കും.